ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കോറിന്തോസ് 10-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസിൻ്റെ ന്യായവാദം എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 18 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. 2 കോറിന്തോസ് 10-ാം അധ്യായത്തിൽ പൗലോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകലെയായിരിക്കുമ്പോൾ തൻ്റെടിയും. ചോദ്യം 2. വിശുദ്ധ പൗലോസ് എന്തിൻ്റെ പേരിലാണ് കോറിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. ചോദ്യം 3. എന്തിനെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസമാണ് ശ്ലീഹായ്ക്കുള്ളത്? ഉത്തരം: അപ്പസ്തോലന്മാരെ ജഡികന്മാരായി കാണുന്ന ചിലരെ. ചോദ്യം 4. കോറിന്തോസുകാരുടെ അടുത്ത് വരുമ്പോൾ എന്തിന് ഇടയാക്കല്ലേ എന്നാണ് ശ്ലീഹ അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം: ശ്ലീഹായുടെ ധൈര്യം പ്രകടിപ്പിക്കാൻ. ചോദ്യം 5. ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലും എന്തല്ല ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ജഡിക പോരാട്ടം. ചോദ്യം 6. അപ്പസ്തോലന്മാർ ജഡിക പോരാട്ടമല്ല നടത്തുന്നത്, എന്തുകൊണ്ട്? ഉത്തരം: സമരായുധങ്ങൾ ജഡികമല്ലാത്തതുകൊണ്ട്. ചോദ്യം 7. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ പ്രതിബന്ധങ്ങളെയും അപ്പസ്തോലന്മാർ തകർക്കുകയും എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത് എന്തിന്? ഉത്തരം: ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. ചോദ്യം 8. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം ഞങ്ങൾ എന്തിന് സന്നദ്ധരായിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ. ചോദ്യം 9. നിങ്ങൾ എന്താണ് കാണേണ്ടത്? ഉത്തരം: കൺമുന്നിലുള്ളത്. ചോദ്യം 10. അവനെപ്പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ആര്? ഉത്തരം: താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നവൻ. ചോദ്യം 11. എന്തിലാണ് ശ്ലീഹായ്ക്ക് ലജ്ജ തോന്നാത്തത്? ഉത്തരം: അപ്പസ്തോലന്മാരുടെ അധികാരത്തെപ്പറ്റി പ്രശംസിക്കുന്നതിൽ. ചോദ്യം 12. കർത്താവ് എന്തിനാണ് അപ്പസ്തോലന്മാർക്ക് അധികാരം നൽകിയിരിക്കുന്നത്? ഉത്തരം: പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല. ചോദ്യം 13. എന്നെ നിങ്ങൾ എങ്ങനെ കണക്കാക്കരുതെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ലേഖനത്തിലൂടെ ഭയപ്പെടുത്തുന്നവനായി. ചോദ്യം 14. പൗലോസ് ശ്ലീഹായെപ്പറ്റി ചിലർ പറയുന്നതെന്ത്? ഉത്തരം: ശ്ലീഹായുടെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ ശാരീരിക സാന്നിധ്യം അശക്തവും മനസ്സിൽ ലേശാത്തതുമാണ് എന്ന്. ചോദ്യം 15. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ആര്? ഉത്തരം: ആത്മപ്രശംസ ചെയ്യുന്നവർ. ചോദ്യം 16. അപ്പസ്തോലന്മാർ അതിര് കടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല, എന്തുകൊണ്ട്? ഉത്തരം: ദൈവം നിശ്ചയിച്ചു കൊടുത്ത പരിധി പാലിക്കുന്നതുകൊണ്ട്. ചോദ്യം 17. എന്തിൽ അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിൽ. ചോദ്യം 18. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ എന്ത് പൂർവോപരി വികസിക്കുമെന്നാണ് ശ്ലീഹ പ്രത്യാശിക്കുന്നത്? ഉത്തരം: അപ്പസ്തോലന്മാരുടെ അധികാരമണ്ഡലം. ചോദ്യം 19. അധികാരമണ്ഡലം വികസിക്കുമ്പോൾ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ എന്ത് കൂടാതെ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയും? ഉത്തരം: അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ. ചോദ്യം 20. അഭിമാനിക്കുന്നവർ ആരിലാണ് അഭിമാനിക്കേണ്ടത്? ഉത്തരം: കർത്താവിൽ. ചോദ്യം 21. ആരാണ് സ്വീകാര്യൻ? ഉത്തരം: കർത്താവ് പ്രശംസിക്കുന്നവൻ. ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത ഓരോരുത്തരെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഓർത്തുകൊണ്ട് നിങ്ങളുടെ സഹായം ഇനിയും ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.